laugh abundantly so that you live a beautiful life. മനോഹരമായ നിമിഷങ്ങൾ ചിരിച്ചുകൊണ്ട് ആസ്വദിക്കുവാനായത് ഫൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2.0 ഇന്നത്തെ പുതുമയാർന്ന എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. As we kick start our show, let's welcome our two gracious presents. Let's welcome our very own Ramesh Pishardi. Welcome Ramesh Etta. ഡയന തുടക്കത്തിൽ തന്നെ ഒരു ഷേക്സ്പിയർ നാടകത്തിലൊക്കെ പറയുന്നത് പോലെ എന്തോ ഒരു കാര്യമായി ഇംഗ്ലീഷിൽ പറഞ്ഞല്ലോ, എന്തായിരുന്നു അത്? ഞാനൊരു കോട്ട് പറഞ്ഞിരുന്നു, അതായത് ആ കോട്ട് ഇവിടെ എന്തോരം മെഡലും കിട്ടും. അതിലൊരു കോട്ടാണത്. എന്താണ്? ലവ് ആൻഡ് ലാഫ് അബണ്ടന്റ്ലി. നിങ്ങൾ ഒരുപാട് ചിരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യൂ. അങ്ങനെയാണെങ്കിൽ യുവർ ലൈഫ് ബിക്കംസ് മോർ ബ്യൂട്ടിഫുൾ. ജീവിതം കൂടുതൽ സുന്ദരമാകും. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ കൂടുതൽ ചിരിക്കാനും ജീവിതം സുന്ദരമാക്കാനും ഒക്കെ വേണ്ടിയിട്ട് കുട്ടി പോലീസിലെ ഒരു സംഘം വിദ്യാർത്ഥികളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അവരോടൊപ്പം സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട്. നിങ്ങൾക്കും ഫൺസ് അപ്പോൺ എ ടൈമിലേക്ക് സ്വാഗതം. നല്ലവണ്ണം ചിരിക്കുക, പിന്നെന്താ പറയുക, ചിരിക്കാനും സ്നേഹിക്കാനും. അതെ, മനുഷ്യരെ പരസ്പരം സ്നേഹിക്കുക, നല്ലോണം ചിരിക്കുക, അതിനെല്ലാം അവസരം കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. നിർദോഷകരമായ നർമ്മങ്ങൾ വാരി വിതറുന്ന ഒരു പരിപാടിയാണ് ഫൺസ് അപ്പോൺ എ ടൈം. ഫൺസ് അപ്പോൺ എ ടൈമിന്റെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മളോടൊപ്പം അതിഥിയായി എത്തുന്നത് നമുക്ക് വളരെ പ്രിയപ്പെട്ട, നമ്മളേറെ ആദരിക്കുന്ന, ഒരുപാട് നാളായി മലയാള സിനിമയുടെ നിറസാന്നിധ്യമായി നിൽക്കുന്ന ഒരു മികച്ച പ്രതിഭയാണ്. നല്ലൊരു അഭിനേതാവാണ്. അതിലെല്ലാം ഉപരിയാണ് അദ്ദേഹത്തിലെ മനുഷ്യൻ. പരിചയപ്പെട്ട ഏതൊരാളും ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ ജീവിതം മുഴുവൻ നമ്മൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ ഓർക്കുന്ന വ്യക്തിത്വത്തിനുടമയാണ് അദ്ദേഹം. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ശ്രീ കുഞ്ചേട്ടൻ. നമസ്കാരം. 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 കുഞ്ചേട്ടൻ, ഇന്നസെന്റ് ഏട്ടൻ, മണിയമ്പിള്ള രാജേട്ടൻ, ഇങ്ങനെ നമ്മൾ സീനിയർ ആയിട്ടുള്ള ചില ആർട്ടിസ്റ്റുകളെ പരിചയപ്പെടുമ്പോൾ ഞാൻ അവരിൽ കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ അനുകരിക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ ക്വാളിറ്റിയാണ് അവരുടെ വീഴ്ചകൾ, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവർക്കൊരു അസുഖം വന്നാൽ പോലും അതും കോമഡിയാണ്. നമ്മുടെ ഇവിടെ ഇന്നസെന്റ് ഏട്ടൻ വന്നപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചതാണ് അദ്ദേഹത്തിന് ക്യാൻസർ വന്നപ്പോഴും അതിലും നർമ്മം കണ്ടെത്തുന്ന ഒരാളാണ്. മണിയമ്പിള്ള രാജേട്ടൻ അതുപോലെ തന്നെ. അദ്ദേഹത്തിന് ആരെങ്കിലും ചീത്ത വിളിച്ച സംഭവം ഉണ്ടായാൽ പോലും പിന്നീട് വന്നിട്ട് എന്നെ അവൻ ചീത്ത വിളിച്ചേട്ടാ വളരെ സന്തോഷമായിട്ട് ചിരിച്ചോണ്ടിരിക്കും. അതുപോലെ ഒരാളാണ് കുഞ്ചേട്ടൻ. മണിയമ്പിള്ള രാജേട്ടന് കോവിഡ് വന്നു. അപ്പൊ ഞാൻ മണിയമ്പിള്ള രാജേട്ടനെ വിളിച്ചു. അപ്പം കുറച്ച് ആദ്യത്തെ 2 കിട്ടിയില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കിട്ടി. അപ്പോൾ ഇന്റർനെറ്റിലൊക്കെ ഇതിനിടയിൽ അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ ഒക്കെ വെച്ച് മണിയമ്പിള്ള രാജേട്ടന് വളരെ അസുഖം കൂടുതലാണെന്നൊക്കെ പറഞ്ഞ വാർത്തയൊക്കെ വന്നു. അപ്പൊ ഞാൻ വിളിച്ചു, രാജേട്ടാ എങ്ങനെയുണ്ട്? ഒരു കുഴപ്പമില്ല കേട്ടോ, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ചോദിച്ചു, എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം, ഞാൻ വെറുതെ പറഞ്ഞു. അല്ല കേട്ടോ, ഇത് എന്റെ ഭാര്യ പ്രാർത്ഥിച്ചിട്ടോ മക്കള് പ്രാർത്ഥിച്ചിട്ടോ ഒന്നുമല്ല. ഞാൻ വലിയ തുകയ്ക്ക് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ അത് തരണമല്ലോ എന്ന് ഓർത്തിട്ട് ഇൻഷുറൻസുകാർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പോവല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നർമ്മം പറയുന്ന ആളാണ്. കുഞ്ചേട്ടനെ വിളിച്ചു. കുഞ്ചേട്ടന് കോവിഡ് വന്നപ്പോ ഞാൻ വിളിച്ചു, കുഞ്ചേട്ടൻ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോ അതെന്താണ്, പഴയതുപോലെ ക്യാപ്റ്റന് വയ്യ മക്കളെ, പഴയതുപോലെ ക്യാപ്റ്റന് വയ്യ മക്കളെ എന്നുള്ളതാണ് കുഞ്ചേട്ടൻ പറയുന്നത്. അങ്ങനെ എങ്ങനെയാണ് എന്തിലും നർമ്മം കണ്ടെത്താൻ പറ്റുന്നത് കുഞ്ചേട്ടാ? ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമല്ലേ ഒരു ചിരിപ്പിക്കാൻ കഴിയുക, ചിരിക്കാൻ കഴിയുക എന്ന് പറയുന്ന ജീവിതത്തിന്റെ അതൊരു മെഡിസിനാണ്. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതിനപ്പുറം വേറെ ഒന്നുമില്ല. അത് തന്നെ ഏറ്റവും ഒരു നല്ല ദൈവഭാഗ്യമുള്ളവരത്തിനെ മാത്രമേ ചിരിപ്പിക്കാൻ കഴിയും. ചിരിപ്പിക്കാൻ കഴിയല് മാത്രല്ല, എല്ലാവരും തത്വവും ഫിലോസഫിയും ഒക്കെ വല്ലവന്റെയും പുറത്താണ് എല്ലാവർക്കും പറയാൻ പറ്റുന്നത്. അവനവന് പറ്റുമ്പോ ഇതെല്ലാം എല്ലാവരും തത്വം പറയും. പക്ഷെ നിങ്ങളൊക്കെയാണ് അവനവന് പറ്റുമ്പോഴും ഇത് വളരെ സന്തോഷം അല്ലേ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ ക്യാപ്റ്റന് പഴയതുപോലെ എന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇന്നലകളിലെ സൂപ്പർ സ്റ്റാർസ്, ദാറ്റ് ഇസ് ഇപ്പോ പ്രേം നസീർ സാർ, ജയൻ സാർ, അടൂർ ബാസി സാർ, ഇവരുടെയൊക്കെ കൂടെ അഭിനയിച്ച എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പം കോളിളക്കം എന്ന ചിത്രത്തില് ജയൻ അദ്ദേഹത്തിന്റെ ഏറ്റവും അതിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ആ എക്സ്പീരിയൻസ് പഴയകാല അനുഭവം എന്താണ് കുഞ്ചേട്ടാ? ജയൻ സാർ എന്ന് പറഞ്ഞ ജയൻ ഒരു ഒറ്റയനായിരുന്നു. അദ്ദേഹം വളരെ സ്വന്തം കാര്യങ്ങൾ നോക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് വേറെ ചിന്താഗതിയൊന്നുമില്ല, സിനിമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം ആദ്യമായിട്ട് സിനിമയ്ക്ക് അഭിനയിക്കാനായിട്ട് മദ്രാസിൽ വരുമ്പോൾ ഒരു പെട്ടിയായിട്ടാണ് വന്നത്. അന്ന് അദ്ദേഹത്തിന്റെ പേര് കൃഷ്ണൻ നായരെന്ന്. അപ്പോൾ അത് നോക്കുമ്പോൾ 2 ജീൻസ് കാണും, 2 വിഗ് കാണും. ഇത് എല്ലാ ഓഫീസുകളിലും അദ്ദേഹം കയറി ഇറങ്ങും. അദ്ദേഹത്തിന്റെ കഠിന അധ്വാനം കൊണ്ടാണ് ജയനായത്. സൗഹൃദം ഉണ്ടായിരുന്നു ഞങ്ങൾ. ഒരുപാട് അദ്ദേഹത്തിന് വേറെ കൂട്ടുകാരൊന്നുമില്ല, ഞാൻ മാത്രം ഉണ്ടായിരുന്നില്ല മദ്രാസിൽ. ഷൂട്ടിങ് കഴിയും, എൻ്റെ ഫ്ലാറ്റിൽ വരും, എന്നെ വിളിക്കും, ഞങ്ങളൊന്ന് റൗണ്ടൊക്കെ അടിച്ച് വരും. അങ്ങനെ അവസാന കാലഘട്ടം വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു.
അപ്പൊ കുഞ്ചേട്ടന്റെ ഇത്തരത്തിലുള്ള അനുഭവങ്ങളും കഥകളും എല്ലാം നമ്മുടെ മുപ്പത്തടം സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്സിന് ഇന്നത്തെ എപ്പിസോഡിൽ കേൾക്കാം. നമുക്ക് അങ്ങോട്ടിരിക്കാം. സ്റ്റാൻഡപ്പ് കോമഡി പെർഫോമൻസുമായി എത്തുന്നു ഷെബിൻ ബാബു KC. സ്വാഗതം ചെയ്യാം. ഷെബിൻ ബാബു സ്വാഗതം. നമസ്കാരം. ചെന്നെടുത്ത് വരുന്നേ? ഞാൻ കോഴിക്കോട് ബേപ്പൂരിൽ നിന്നാണ് വരുന്നത്. ബേപ്പൂര്, അടിപൊളി. എന്ത് ചെയ്യുന്നു? ഞാന് ചെരുപ്പിന്റെ ചെറിയ പരിപാടിയാ. സ്ട്രാപ്പൊക്കെ ഉണ്ടാക്കുന്ന അത് മാനുഫാക്ചറിങ് കമ്പനിയാണ് ചെരുപ്പിന്റെ അല്ലേ? ഓ വെരി ഗുഡ്. അത് സ്വന്തം പരിപാടിയാണോ അത് വേറെ കമ്പനി ജോലിയാണോ? പാർട്ണർഷിപ്പായിട്ട് ചെയ്യുന്നു. അപ്പൊ എപ്പോഴാണ് ഈ തമാശ പറച്ചിലോട്ട് വന്നത്? അത് എങ്ങനെയാണ്, ജീവിതം തന്നെ ഒരു തമാശയല്ലേ, അങ്ങനെയൊക്കെ വന്നാണ്. നല്ല തമാശക്കാരനാകുമ്പോൾ താടി വളർത്തേണ്ട ആവശ്യമില്ല. ഒരു നിരാശയൊന്നുമില്ല, ലൈഫൊക്കെ ഹാപ്പിയാണ്. സിനിമയിലേക്ക് കുറച്ച് കമ്പൊക്കെ ഉണ്ട്. ഇനി ഇങ്ങനെ KGF താടിയുള്ളവരെ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ താടി നീട്ടാൻ തുടങ്ങിയാണ്. ലാസ്റ്റ് KGF 2 ഓഡീഷന് ബാംഗ്ലൂർ വരെ പോയി. അവിടെ തിരിഞ്ഞു കളിക്കല്ലാതെ ഓഡീഷനിലൊന്നും ചെയ്യാനൊന്നും പറ്റിയില്ല. റോക്കി ഭായി ചതിച്ചു. മലയാളികൾക്ക് എവിടെ പോയാലും ഇതാണല്ലോ അവസ്ഥ. റോക്കി ഭായി അതിനകത്താണ്. അതല്ല വിശേഷം, ഇവിടെ ആരും പരിഗണിക്കുന്നില്ല. ഞാൻ വിചാരിച്ചൊന്ന് സ്റ്റേറ്റ് മാറി പിടിച്ചിട്ട് കർണാടകയിലെങ്കിലും എന്തെങ്കിലുമൊക്കെ ആവും എന്ന് വിചാരിച്ചു. അതെ, റോക്കി ഭായിയുടെ സ്വർണ്ണഖനിയിൽ എവിടെയെങ്കിലും ചെങ്ങലക്കിടാനോ പണിക്ക് നിൽക്കാനോ ഒരു തോക്കും പിടിച്ച് ഇങ്ങനെ നിന്നാ മതിയല്ലോ. ഒരു മൂലക്ക് നിന്നാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. കിട്ടിയില്ല, യോഗമില്ല. അതെ, ആ യോഗം ഇല്ലെന്ന് തീർത്ത് പറയല്ലേ? അതങ്ങനെ പറയാൻ പറ്റുന്ന ഞാൻ ഈ കഴിഞ്ഞ എന്റെ നിസ്സാര കാലഘട്ടത്തിനകത്ത് ഉള്ളതിനകത്ത് യോഗ ഇല്ലെന്ന് പറയുന്നവൻ ഒരുപാട് ആളായതും വലിയ ആളാവാന്ന് വിചാരിച്ചു വന്ന ഒരാളാവാത്തതൊക്കെ അതിന്റെ അപ്പുറം കണ്ടിരിക്കുന്ന ആളാണ് ഈ ഇരിക്കുന്നത്. ഇത് തന്നെ ഒരു യോഗമല്ലേ? ട്രൈ ചെയ്യാണ്. പക്ഷെ എന്റെ കന്നി സ്റ്റാൻഡപ്പ് ആണ്, ഇതുവരെ ചെയ്തിട്ടൊന്നുമില്ല. 52 വർഷം മുമ്പ് യോഗം ഉണ്ടോന്ന് നോക്കി മദ്രാസിൽ പോയ ആളാണ് ഇന്ന് യോഗം ഇല്ലെന്ന് പറയുന്നത് നിങ്ങളുടെ മുന്നിൽ ഇവിടെ മൈക്കും പിടിച്ചിരിക്കുന്നത്. അത്രയും എക്സ്പീരിയൻസ് അല്ലേ? തീർച്ചയായിട്ടും. ഒരു യോഗം നോക്കാൻ പോയത് ഒന്നും നോക്കാനില്ല, ഗംഭീര പെർഫോമൻസ് ആയിരിക്കും. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഞാന് ചില സിനിമയിലും സീരിയലിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഈ കഥയിലെ കഥാപാത്രങ്ങൾ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരായിട്ട് ഒരു ബന്ധമില്ല, വേറെ ഒന്നുകൊണ്ടല്ല, തിരിച്ച് നാട്ടിലേക്കാണ് വിചാരിച്ചേട്ടാ പോവാള്. വീട്ടിലേക്ക് കയറാറുണ്ട്, കണ്ടവരെ തല്ല് വാങ്ങണ്ട ചേട്ടാ. കാരണം ഇത്രയും ഒരു സൈസൊക്കെ ഉണ്ടായിട്ട് ചെറിയ മക്കളെ തല്ല് വാങ്ങണ്ടല്ലോ. അപ്പൊ ഞാൻ ഇപ്പൊ ചെറിയൊരു പ്രശ്നത്തിലാണ്. നിങ്ങളിപ്പോ എല്ലാവരും രാജമാണിക്ക് സിനിമ ഉണ്ടാവല്ലോ, മമ്മൂട്ടിന്റെ അതേ അവസ്ഥയാണ്, വേറെ ഒന്നുകൊണ്ടല്ല. മമ്മൂട്ടീനെ ഇപ്പൊ നമ്മളെ ബെൻസിന്റെ ബിസിനസ് ഉള്ളതുകൊണ്ട് ബെൻസ് രാജാന്ന് വിളിക്കൂ, പോത്തിന്റെ കച്ചവടം ഉള്ളതുകൊണ്ട് പോത്ത് രാജാന്നോ, ബെല്ലാരി പോയാൽ ബെല്ലാരി രാജാന്നൊക്കെ വിളിക്കൂ. സത്യം പറഞ്ഞാൽ എന്റെ അവസ്ഥ ഇത് തന്നെയാ. എന്റെ പേര് ഷബിൻ ബാബു എന്നാണ്, പക്ഷെ ഞാൻ എന്നെ വിളിക്കുക എന്താണെന്നറിയോ? ചിക്കുബായി എന്നാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? പക്ഷെ ചില അലവലാതി നാട്ടുകാരുണ്ട്, കള്ള ഹമുക്കൾ എന്താ വിളിക്കാറോ? അലവലാതി ചിക്കുന്ന്. എന്ത് ചെയ്യാനാ? സൗന്ദര്യമൊക്കെ ഒരു ശാപാണെങ്കിൽ ഞാൻ സത്യം പറട്ടെ, ഞാനൊക്കെ ഒരു ശപിക്കപ്പെട്ടവനാ. കണ്ടില്ലേ? ശപിക്കപ്പെട്ട ജന്മാണ്, കണ്ടില്ലേ? പിന്നെ വേറെന്താ പറയുന്നത് വെച്ചാൽ നമ്മളെ സലീം കുമാറും വിനയ് ഫോട്ടൊക്കെ പിശാചേട്ടൻ എന്നെ പറ്റി എന്താ പറഞ്ഞറിയോ? സലീംക്ക് പറഞ്ഞെന്താ വെച്ചാൽ കാണാനൊരു ലുക്കില്ല എന്നാ. സത്യമാണ്, എന്നെ കാണാനൊരു ലുക്കില്ല. ഞാൻ പറഞ്ഞില്ല ഭയങ്കര സൗന്ദര്യമാണ് എനിക്കുള്ളത്. വിനയ് ഫോട്ടോ എന്താ പറഞ്ഞത്? മൂപ്പയാൾ ആദ്യമായിട്ട് ഇന്റെ അടുത്താണ് പറഞ്ഞത് എന്ത്? ചിക്കുബോയ് സിമ്പിളാണ്, കാണാൻ പവർഫുൾ ആണ്. അത് പിന്നെയാണ് സിനിമയിലേക്ക് വന്നത്, ജാവേക്കായത്. അങ്ങനെ എന്റെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോവാണ്, കുഴപ്പമില്ലാതെ അങ്ങനെ ജീവിച്ച് പോവാണ്. അങ്ങനെ ഒരു കല്യാണമൊക്കെ കഴിച്ചപ്പോ എന്റെ കുടുംബത്തിലും ഓളെ കുടുംബത്തിലും എനിക്ക് പുതിയൊരു പേര് തന്ന്. എന്താ? വാനിഷിങ് ചിക്കുബോയ് എന്ന്. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു ഈ വാനിഷിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ല. ഉണ്ട്, എന്റെ 2 കയ്യിലും മാന്ത്രികതയുള്ളത്. എന്താല്ലേ? കല്യാണമൊക്കെ കഴിഞ്ഞ് എന്റെ ഭാര്യ എന്റെ വീട്ടിലേക്ക് വരുമ്പോ 2 കയ്യിലും നല്ല സ്വർണവും മാലയും വളയും ഒരു മാരുതി കാറൊക്കെ ആയിട്ട് വന്നത്. ഞാനൊന്നും നോക്കില്ല, ഒരാഴ്ച കൊണ്ട് ഒരു കൈത്തെ വളം മൊത്തം ഞാൻ വാനിഷ് ചെയ്ത് കൊടുത്ത്. അടുത്തൊരു മാസം അടുത്ത കൈത്തെ വളയും ഞാൻ വാനിഷ് ചെയ്ത് കൊടുത്ത്. ചുരുക്കി പറഞ്ഞ ഒരു 3-4 മാസം കൊണ്ടേ മൊത്തത്തിൽ ഉള്ള സ്വർണവും കിട്ടിയ മാരുതി കാർ ഞാൻ വാനിഷ് ചെയ്ത് കൊടുത്ത്. അതുകൊണ്ട് ഇപ്പോ എന്റെ പേരെന്താ വെച്ചാ വാനിഷിങ് ചിക്കുബായി എന്നാ. എന്താണെന്ന് അറിയില്ല, എനിക്ക് ഭയങ്കര ബുദ്ധിയാണ്. ഞാൻ ഏതൊക്കെ ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെങ്കിലും പടച്ചോൻ സഹായിച്ച് ഇതുവരെ ഒരു ബിസിനസ് പോലും വിജയിച്ചിട്ടില്ല. ഇപ്പൊ എന്താ ചെറിയൊരു ഇടങ്ങേറ് എന്താ പിള്ളേരെയോ? ഇപ്പൊ നമ്മളെ സഹകരണ ബാങ്കിൽ ഞാൻ എന്തൊക്കെയോ കൊണ്ടുവച്ച് എനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല. അപ്പൊ അവിടുന്ന് ഇപ്പൊ ഇടക്കിടക്ക് എന്തൊക്കെയോ കത്തൊക്കെ വരുന്നുണ്ട്. അതും കൂടി ഒന്നും അങ്ങോട്ട് വാനിഷ് ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ട് തൃപ്തിയായി. അങ്ങനെ കാലങ്ങൾ ഇങ്ങനെ കടന്നുപോയി, ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോവാണ്. നമുക്കൊന്ന് പറഞ്ഞ മാതിരി ഒരു കുട്ടി ഉണ്ടായി. പക്ഷെ എന്താ ഇടങ്ങേറ്, കുട്ടി ഉണ്ടായി ഒന്നും മതി എന്നൊക്കെ വിചാരിച്ചിരിക്കേനി. ഈ പണ്ടാടൊക്കെയുള്ള കൊറോണ ശരിച്ചേനി. എന്താ പറയാ,
പണിയൊന്നും ഇല്ല ഇനി. ഞാനുള്ള പണി വീട്ടിനെടുത്തോണ്ട് ഇപ്പൊ അടുത്തൊരു ISI മാർക്കുള്ള ഒരു കുട്ടിയുണ്ട്, 4 മാസമായിട്ടുള്ളൂ. അപ്പൊ സത്യം പറയുകയാണെങ്കിൽ 2 എണ്ണമാണ് ഉള്ളത്. മൂത്ത ട്രോഫി 10 വയസ്സാണ്, രണ്ടാമത്തെ ട്രോഫിക്ക് ഇപ്പോ ഏകദേശം ഒരു 4 വയസ്സായുള്ളൂ. പണ്ടത്തൊക്കെ കുടുംബത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഈ മൊബൈലൊക്കെ വരുന്നതിന് മുന്നേ നോക്കുകയാണെങ്കിൽ, പിന്നെ അച്ഛമ്മയൊക്കെ ഒരു 7 പ്രസവം കഴിഞ്ഞ് 7 മക്കളോ അങ്ങനെ എന്തൊക്കെയുണ്ട്, 10ഉം 12ഉം പ്രസവിക്കുന്ന ആൾക്കാരുണ്ട്. ഓരൊക്കെ കയ്യിൽ എന്താ ഉണ്ടാവുക, അധികോ കുട്ടികളാണ്ടാവുക. ഇപ്പോഴത്തെ ജനറേഷൻ കയ്യിൽ എന്താ, മൊബൈല്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എന്റെ കീശയിൽ ഇതാ 3 മൊബൈലാണ് ഉള്ളത്. അപ്പൊ ഞാൻ പറയാൻ കിടന്നത് അറിയോ, ഞാനിങ്ങനെ പണിക്കൊക്കെ പോയി ആകെ ക്ഷീണിച്ച് അടങ്ങാറായിട്ട് നമ്മൾ വീട്ടിലൊക്കെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് രാത്രി മോളോട്ട് വന്ന്, അപ്പൊ എന്റെ കൂടെ എന്റെ മോനും വന്ന്, അതായത് ISI മുതലുള്ള ട്രോഫിയെ ഓനും വന്ന്, ചെറുത് ഇതിന്റെ ഇപ്പുറത്ത് കിടക്കുന്നുണ്ട്. ഓന് പിന്നെ എന്താ പറയാ, ഓൻ ഇങ്ങനെ കയ്യും കാലം മോളിട്ടിട്ട് അടിക്കുന്നുണ്ട്. അപ്പൊ എന്റെ മോൻ എന്ത് ചെയ്യുന്നുണ്ട്, ടാബിലും കളിക്കുന്നുണ്ട്, ഞാൻ എന്റെ ഫോണിൽ ഇങ്ങനെ തോണ്ടുന്നുണ്ട്. ഞാൻ ഫോണിൽ തോണ്ടുന്നത്, ഓൻ ടാബിൽ തോണ്ടുന്നത്. അപ്പൊ എന്റെ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പെണ്ണുങ്ങളെന്ന് വിചാരിക്കുമ്പോൾ ആയിരിക്കും കുറെ ഉണ്ട്. ഇത് നമ്മളെ കോഴിക്കോട്ടെ ശൈലി, പെണ്ണുങ്ങൾ പറഞ്ഞാല് ഭാര്യ കേട്ടോ. അപ്പൊ ഇവളിത് അടുക്കളത്തെ പണിയൊക്കെ കഴിഞ്ഞ് എന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ആത്ത് കയറി തിരുമ്പ എന്തൊക്കെയോ മടക്കിയൊക്കെയുണ്ട്. ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല, ഞാനും മോനും ഇങ്ങനെ മൊബൈലിൽ തൊണ്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഓളത് മെല്ലെ കഴിഞ്ഞ് എന്റെ അടുത്ത് ഇങ്ങനെ വന്ന് ഇരിക്കുന്നുണ്ട്. ഞാനത് ശ്രദ്ധിക്കുന്നില്ല. ഓൾ എന്നിട്ട് നൈസായിട്ട് എന്നോട് ഇങ്ങനെ പറയാ, ചിക്കേട്ടാ അടുത്ത ജന്മത്തിലെങ്കിലും ചേട്ടന്റെ കയ്യിൽ മൊബൈലായിട്ട് എനിക്ക് ജനിച്ചാൽ മതി ഇനിയെന്ന്. സത്യം പറഞ്ഞാൽ ഞാനും എന്റെ മോനും പ്ലിങ്കായി. എന്താ അറിയോ, ഇതിലെന്തോ ഒരു ഡബിൾ മീനിങ് ഇല്ലേന്ന്. അടുത്ത ജന്മത്തിലും കൂടി ഇനി ഇവിടെ സഹിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഈ 12 കൊല്ലമായിട്ട് ഞാൻ അനുഭവിക്കുന്ന വേദന എനിക്ക് പുറത്താരോടും പറയാൻ പറ്റില്ല, അനുഭവിച്ചോണ്ടിരിക്കുക. അപ്പൊ ഞാൻ അറിയാത്ത മാതിരി വെച്ച്, അല്ലടി ഇജെന്തേ അങ്ങനെ പറഞ്ഞു. അത് എന്റെ മോനും പ്രതീക്ഷയിൽ ഇങ്ങനെ നോക്കിക്ക, ഞാനിങ്ങനെ നോക്കുക. ഞാൻ അല്ല മോളെ ഇജെന്താ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഓളിങ്ങനെ നൈസായിട്ട് പറയാ, വേറെ നല്ലേട്ടാ, അടുത്ത ജന്മത്തിൽ മൊബൈലായാല് എപ്പോഴും നിങ്ങളെ കയ്യിലുണ്ടാവും, നിങ്ങൾ എന്നെ ഫുൾ ടൈം നോക്കിക്കൂ, നിങ്ങൾ ഇങ്ങനെ തലോടൂലേന്ന്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 തല ഉണ്ടെങ്കിൽ ഒരു തല ഞാൻ അടിച്ച് പൊട്ടിക്കേണ്ട സന്ദർഭം. പക്ഷെ ഇനി അങ്ങോട്ട് ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകാനുള്ളതാണല്ലോ, കുടുംബമായിട്ട് പോകണം, 2 കുട്ടികളെ കയ്യില്ലേ, ട്രോഫി കയ്യില്ലേ. ഞാൻ അമർത്തി പിടിച്ച് എന്റെ മനസ്സിൽ ഇങ്ങനെ രോഷം വെച്ചിരിക്കുമ്പോ പിള്ള മനസ്സിൽ കള്ളത്തരം ഇല്ലാന്ന് അന്നാണ്, സത്യമാണ് പടച്ചോനാണെന്ന് എനിക്ക് അന്നാ മനസ്സിലായത്. എന്താ അറിയോ, ഈ തോണ്ടിരിക്കുന്ന മോൻ എന്നെ നോക്കിയിട്ട് പറയാ, അച്ഛൻ കഴിച്ചില്ലേന്ന്. ഞാൻ ചിന്ത മോനെ, അച്ഛനെ കൊല്ലം അങ്ങോട്ട് മൊബൈല് മാറ്റിയാ പോരേന്ന്. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് എന്റെ മോനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഞാൻ വല്ല ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകാറുണ്ട്. ഞാൻ വല്ല നൈസ് അവനോട് കണ്ണടിച്ചിട്ട് പറഞ്ഞു, അങ്ങ് ഉറങ്ങാനൊന്നുമില്ല, ഞാൻ ഉറങ്ങിക്കോ പറഞ്ഞു. നന്ദി, നമസ്കാരം. അല്ല സൂപ്പർ. ഇത് ഭയങ്കര യോഗമല്ലേ, ഇത്രയും വലിയൊരു വേദിയിൽ വരിക എന്ന് പറഞ്ഞാൽ ഇത് യോഗത്തിന്റെ തുടക്കമാണ്. ഇവിടെ നിന്ന് അടിവെച്ച് എവിടെ എത്തുമെന്ന് പോലും നമ്മളെ കണ്ടാൽ മനസ്സിലാക്കണം കുറച്ച് കഴിയുമ്പോൾ. അത്രേ ഉള്ളൂ, കാണുമ്പോ മനസ്സിലാക്കിയേക്കണേ. അതെ കേട്ടോ, ഗംഭീര പ്രകടനമായിരുന്നു. നമസ്കാരം ചേട്ടാ. നമസ്കാരം. 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 എന്തോ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഉണ്ടാവില്ല. അതെങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ ഉണ്ടല്ലോ? ഇല്ല, ഞാനില്ല. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അല്ല, നിങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായല്ലോ. ഞാൻ ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇല്ലെന്ന് പറഞ്ഞാൽ പോരല്ലോ, വന്ന് നിന്ന ശേഷം ഇല്ല എന്ന് പറഞ്ഞാൽ ഉള്ളതിന് തുല്യമായിട്ടല്ലേ. എന്തെങ്കിലും ഞാൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇല്ലാന്ന് തന്നെ പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ ഉണ്ടെന്ന് പറയില്ലേ? അങ്ങനെ എങ്ങനെ മനസ്സിലാവും? നിങ്ങൾ ഇവിടെ വന്ന് നിന്ന ശേഷം ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതുപോലെ ആവില്ലല്ലോ. നിങ്ങളിവിടെ നിന്നതിന് തുല്യമല്ലേ വന്ന് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാലേ. അതിനൊരു കാരണമുണ്ട്, അത് പറയാൻ വേണ്ടിയിട്ടാ വന്നത്. എന്നാ പറഞ്ഞതല്ല വിഷു, എന്റെ ചുണ്ടിനൊരു പ്രശ്നമുണ്ട്. അത് ഞാൻ പറയപ്പ, പുളിയില കടിച്ചപ്പം പൂറും വീറുക്കേ ചുണ്ടിൽ അഗ്രഭാഗം വീർത്തു തൂങ്ങി. നാഗമ്പടത്തെ സ്റ്റാൻഡിനരികിൽ നിന്നു നാരങ്ങ വാങ്ങി ഞാൻ പിഴിഞ്ഞൊഴിച്ചു ചുണ്ടിൽ. നീറ്റലോ നീറ്റല, ഹായ് ഹായ് ഉറുമ്പിനെ പ്രാഗി ഞാൻ നിന്നു. പുളിയില കടിച്ചപ്പം ഉറുമ്പിറുക്കി ചുണ്ടിൽ അഗ്രഭാഗം വീർത്തു തൂങ്ങി. ഇതുകൊണ്ടാണ് ഞാൻ ഇല്ല എന്ന് പറഞ്ഞത്, മനസ്സിലായ? നിങ്ങളെ നമ്മള് വന്നിട്ടില്ലേ മുമ്പ് ഇവിടെ? ഞാൻ മുമ്പ് ഒരു എപ്പിസോഡിൽ വന്നിട്ടുണ്ട് ഇവിടെ. പെർഫോമർ ആയിരുന്നു. അല്ല എന്താ ഇപ്പൊ പിന്നെയും വന്നേക്കുന്നത് ഇതും കൊണ്ട്? അന്ന് നിങ്ങൾ ട്രോഫി ഒക്കെ മേടിച്ചു പോയ ആളല്ലേ? അതെ, ആ ജോണി മണ്ണുത്തി. ജോണി മണ്ണത്തി ഉണ്ടായിരുന്നു അന്ന്. എനിക്ക് തോന്നുന്നു സെക്കൻഡ് ബെസ്റ്റ് പെർഫോമർ ആയ ആളാണ് അല്ലേ? സെക്കൻഡ് അവിടെ കിട്ടെ. ഫസ്റ്റ് കിട്ടിയത് സജീവൻ മണ്ണുത്തി. നിങ്ങൾ രണ്ടുപേരും ഒരു നാട്ടുകാരാണെന്ന് പെർഫോം ചെയ്തത്. നാട്ടുകാർ, ഒരു കൂട്ടുകാര്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരേ നാട്ടിൽ നിന്ന് വന്നവർ പെർഫോം ചെയ്തത്. ഒരു വണ്ടിക്കാ വന്ന ഞങ്ങള്.
ബ്രദേഴ്സാണോ? അല്ല ഇവര് ഫ്രണ്ട്സ് ആയിരുന്നു തോന്നുന്നു. അല്ല ബ്രദേഴ്സ് പോലെയൊക്കെ ആയിരുന്നു ഞങ്ങള്. ആ ഓ, ഈ ഒരൊറ്റ പരിപാടി കൊണ്ട് ഞങ്ങൾ ഭയങ്കര ശത്രുക്കളായിട്ട് മാറിപ്പോ. നിങ്ങൾ ഒരു വണ്ടിക്കല്ലേ എന്ന് വന്നേ? ഒരു വണ്ടിക്കാണ് വന്നത്, പക്ഷെ പോയത് 4 വണ്ടിക്ക് പോയോ. ഓ, അത്രയ്ക്ക് ഗുണമുണ്ട് ഈ പരിപാടിക്ക്. ഇതൊന്നും ഒരിക്കലും ഒരു മനുഷ്യരോട് പിഷാരടി നിങ്ങൾ ചെയ്യാൻ പാടില്ല. അല്ല എന്താ പറ്റിയതെന്ന് പറ. അല്ല കുഞ്ചൻ സാർ ഇത് കേൾക്കണം. കാരണം വേറെ ഒന്നല്ല, ശക്തമായ കളി ഇതിനകത്ത് നടന്നുണ്ട്. കാരണം വെച്ചാൽ എന്നെ മനഃപൂർവ്വം ഒതുക്കാൻ വേണ്ടി സജീവൻ മണ്ണുത്തിനെ ഉയർത്തിക്കാട്ടാൻ വേണ്ടി ഇവിടെ ആരോ, ഞാനത് പിന്നീട് അറിഞ്ഞേ, ഞാൻ അന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ ഫ്ലോറൂടെ ബാക്കി വെച്ചേക്കില്ലായിരുന്നു. എന്താ പ്രശ്നം? എന്താ പ്രശ്നം എന്താന്ന് വെച്ചാൽ അന്ന് എനിക്ക് കിട്ടേണ്ട ബെസ്റ്റ് പെർഫോമൻസ് അവാർഡ് സജീവൻ മണ്ണുത്തിക്ക് കൊടുത്തവര് ആണോ പിഷാരടി? അയ്യോ കുഞ്ചേട്ടാ, അങ്ങനെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഇവിടെ പെർഫോമൻസ് നോക്കിയിട്ടില്ല. കുഞ്ചൻ സാറെ ഇത്രയും കാലം കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെ നിൽക്കാൻ സാറിനോട് എല്ലാ ബഹുമാനം കൊണ്ട് പറയാണ്, വ്യക്തമായ കളികൾ ഇവിടെ ഒന്നും നടന്നിട്ടില്ല. നമ്മൾ ഇവിടുത്തെ പെർഫോമൻസ് നോക്കിയിട്ടല്ലേ കൊടുക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കൊച്ചുമുണ്ടായി അല്ല അദ്ദേഹം അതെ ആങ്കർ ചെയ്യാൻ വന്നിട്ട് ആങ്കർ ചെയ്താൽ മതി. അല്ല അതൊക്കെ പുള്ളിക്കാരത്തേക്ക് അങ്ങനെ താൻ പറയൊന്നും വേണ്ട കേട്ടോ. അല്ല ഇന്ന് വരെ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ടായിട്ടില്ല. NFA മെമ്പർ ആണ് നിൽക്കുന്നത്. അത് അവരൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പരിപാടി വലിയ വലിയ ആൾക്കാര്. കുഞ്ചൻ സാർ എന്താ പറഞ്ഞേ, ഇന്ന് വരെ അങ്ങനെ കംപ്ലൈന്റ് ഉണ്ടായില്ല. ഇതിക്ക് മുമ്പ് ഈ രാജ്യത്ത് കൊറോണ ഉണ്ടായ കൊറോണ നമ്മൾ പേടിച്ചായിരുന്നോ? അത് നിങ്ങൾ വലിയ വർത്താനം പറയാൻ നിൽക്കണ്ട. ഇനി തുഷാരടി, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. എന്തോ യൂട്യൂബിലെ കമന്റ്സ് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ശ്രദ്ധിക്കാറില്ല. യൂട്യൂബിലെ കമന്റ്സുകളിൽ മുഴുവൻ പറയുന്നത് ഞാനായിരുന്നു ബെസ്റ്റ് പെർഫോമൻസ്, പക്ഷെ അതിലെന്തോ കളി ഇവിടെ നടന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, യൂട്യൂബിലെ കമന്റ്സിൽ നമ്മൾ അതിന്റെ മുകളിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കാരണം ടെലികാസ്റ്റ് ചെയ്യുന്നതല്ലോ, നമ്മൾ ഈ ഫ്ലോറിലെ നിങ്ങളുടെ പെർഫോമൻസ് നോക്കിയിട്ടാണ് സമ്മാനം കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ മറന്നുപോയതും റീടേക്ക് എടുത്തതും വെള്ളം കുടിച്ചതും ഒന്നും അതിനകത്ത് കാണൂല. ഈ ഫ്ലോറിൽ ബെസ്റ്റ് പെർഫോമർ ആരാണോ അയാൾക്കല്ലേ നമ്മൾ സമ്മാനം കൊടുക്കുള്ളൂ. നിങ്ങൾക്ക് എന്താ കുഴപ്പം? ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ മുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞിട്ട് കാര്യം. ഒരുപാട് സംസാരിക്കല്ലേ, എന്ത് പറ്റി നിങ്ങൾക്ക്? വേണ്ട, എനിക്ക് ഗൾഫിൽ നിന്ന് നിരവധിയായ കോളുകളാ പറഞ്ഞ. എത്ര ആളുകൾ ഒരു ദിവസം എന്നെ വിളിക്കേണ്ടെന്ന് അറിയാമോ? എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ നിർത്തിയില്ല ഈ ഒരൊറ്റ പരിപാടി കൊണ്ട്. ദുബായിലാണോ താമസം? അല്ല, എന്റെ നാട്ടില്. എന്റെ കൂട്ടുകാർ മുഴുവൻ കളിയാക്കല്ല, അവന്റെ കൂടെ പോയിട്ട് നീ എന്തുകൊണ്ട് 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ചോദ്യമാണത്. എന്റെ അമ്മ അയൽക്കൂട്ടത്തിൽ പോണില്ല. എന്നാ പറ്റിയേ? ഇത് കാരണം അടുത്തുള്ള പെണ്ണുങ്ങൾ മുഴുവനും കളിയാക്കല്ല, നിന്റെ മോൻ 2ാം സ്ഥാനം, നിന്റെ മോൻ 2ാം സ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട്. എന്ത് കാര്യം ഉണ്ടായിരുന്നു ഇവിടെ? അങ്ങനെ സത്യത്തിൽ 1ാം സ്ഥാനവും 2ാം സ്ഥാനമായിട്ടല്ല ഈ പരിപാടി കൊടുക്കുന്നത് തന്നെ. പെർഫോമൻസ് നോക്കിയിട്ട് ഒരു ബെസ്റ്റ് പെർഫോമറെ കണ്ടെത്തുന്നു, അത്രേ ഉള്ളൂ. രണ്ടാമത്തെ ആള് 2ാം സ്ഥാനക്കാരനല്ലെന്നും അങ്ങനെ നമ്മൾ എപ്പോഴും പറയുന്നതല്ലേ. ഞാൻ ലാസ്റ്റ് ഒരു കാര്യം പറയട്ടെ. ഈ സജീവൻ മണ്ണുത്തിക്ക് നിങ്ങൾ 1ാം ബെസ്റ്റ് പെർഫോമൻസ് കൊടുത്തു. ഈ സജീവൻ മണ്ണുത്തി ഇവിടെ പറഞ്ഞ കഥ എന്താ? സജീവൻ മണ്ണുത്തി അന്ന് മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു മത്തായി ചേട്ടന് പറ്റിയ അബദ്ധങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ മത്തായി ചേട്ടൻ ആരാന്നറിയോ? ആരാ? ഈ മത്തായി ചേട്ടൻ എന്റെ അപ്പനാ. മനസ്സിലായ? ഈ മത്തായി ചേട്ടന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം ഞാനല്ലേ പറയേണ്ടതെന്ന് ചോദിച്ചാ പറയേണ്ടത്. നിങ്ങളായിരുന്നു പറയേണ്ടത്. കറക്റ്റ് അല്ലേ? അതെ, നിങ്ങളായിരുന്നു പറയേണ്ടത്. പക്ഷെ പുള്ളി പറഞ്ഞ് നമ്മൾ സമ്മാനം എടുത്ത് ഇനിയിപ്പൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതെന്നെ പറഞ്ഞ എന്റെ അപ്പച്ചന്റെ എല്ലാവിധ കാര്യങ്ങളും എടുത്തിട്ട് അവൻ. ഹലോ, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് അടുത്ത പെർഫോമൻസിന് സമയമായിട്ടുണ്ട്. ശരി, പക്ഷെ നിങ്ങൾ ഒരു കാര്യം ഇപ്പൊ ചെയ്യേണ്ടി വരും. എന്താണ്? ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഈ ബെസ്റ്റ് പെർഫോമൻസ് എന്നുള്ള ഈ ഒരു മെമന്റോ അതെങ്ങനെ തന്റെ കയ്യിൽ വന്നേ? അല്ല, അത് ഞാൻ അതൊക്കെ കിട്ടാതെ നമുക്ക് എനിക്ക് അതിനുള്ള ശക്തിയുണ്ട്. എനിക്ക് എന്റെ പ്രസ്ഥാനത്തിന്, എന്റെ പാർട്ടിക്ക്, എന്റെ പിള്ളേർ ഇഷ്ടം പോലെ ആളുകളൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കണ്ട. ഇതൊന്നും എനിക്ക് പിഷാരടി തരുന്നതായിട്ട് ഒന്ന് റീഷൂട്ട് ചെയ്ത് അതൊന്ന് കാണിക്കും, അത്രേ ഉള്ളൂ. അങ്ങനെ ചെയ്താൽ ഈ പരിപാടിയുടെ ക്രെഡിറ്റ് പോകും. അതാ നമ്മുടെ ക്രെഡിബിലിറ്റി ബാധിക്കുന്നതാണ്, നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ക്രെഡിബിലിറ്റി എടുക്കണം വലുത്. പിഷാരടി ഇപ്പൊ അങ്ങനെ ചെയ്യാമെന്ന് തീരുമാനിച്ചാൽ തന്നെ അതിന് ഞാൻ സമ്മതിക്കില്ല. സജീവൻ ഫസ്റ്റ് ഇട്ട ആള് താൻ വന്നിട്ടുണ്ടായിരുന്നോ? എന്നെ പറഞ്ഞ അല്ല, ഞാൻ സമ്മതിക്കില്ല. അതുപോലെ തന്നെ എന്റെ പാർട്ടിയുടെ പ്രവർത്തകർ, AKT പ്രവർത്തകർ, അവർ സമ്മതിക്കില്ല. എന്റെ നാട്ടുകാർ സമ്മതിക്കില്ല. ഇതിൽ നിന്ന് പ്രേക്ഷകർക്ക് ഒരു കാര്യം മനസ്സിലായി. ഞാൻ കയറി വന്നപ്പോ എന്നെ മനസ്സിലായില്ല. അതിലൊരു പുച്ഛഭാവം പിഷാരുടെ മുഖത്ത്. ഈ സജീവൻ എന്ന് പറഞ്ഞ മണ്ണുത്തിക്കാരൻ കയറി വന്നപ്പോ സജീവൻ മണ്ണുത്തി. അല്ല, എത്ര നേരം പറഞ്ഞിരുന്നോണ്ടാണ് എനിക്ക് മനസ്സിലായത്. എന്റെ പിഷാരടി, ഈ മെമന്റോ എന്റെ വീട്ടിൽ നിന്ന് ഇവൻ കട്ടെടുത്തോണ്ട് വന്നതാണ്. ഇതെന്റെ പാർട്ടിക്കാരറിഞ്ഞാൽ നാട്ടിൽ പ്രശ്നമുണ്ടാകും, അറിയാമോ? നാട്ടിൽ പ്രശ്നം ഉണ്ടാവും. ഇയാളുടെ പാർട്ടിക്കാര് നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കുമ്പോ ഞങ്ങളുടെ പാർട്ടിക്കാർ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് വിചാരിച്ചാൽ ഞങ്ങളുടെ പാർട്ടിക്കും അത്യാവശ്യം പ്രശ്നം ഉണ്ടാക്കാനുള്ള കഴിവൊക്കെ ഇവിടെ ഉണ്ട്. അത് പറഞ്ഞ് പേടിപ്പിക്കാൻ ഞങ്ങളുടെ പാർട്ടിക്കാണ് ഏറ്റവും കൂടുതൽ കഴിവുള്ളത്. എന്ത് കഴിവ്? 1, 2, 3 വോട്ട് ഉള്ളിട്ട് ഇവർക്ക് ഭരണം കിട്ടിയ ആളുകളുടെ കൂടെ ഇവിടെ ആൾക്കാരുണ്ടാവുള്ളൂ. അതിപ്പോ ഈ പരിപാടിയോടുകൂടി എനിക്ക് മനസ്സിലായി. പിഷാരുടെ ഒന്നും പറയാൻ നിൽക്കണ്ട. അപ്പൊ നിങ്ങൾ രണ്ടുപേരും 2 പാർട്ടിക്കാരാണല്ലേ? ആണ്. ഡയാന വേറെ പാർട്ടിക്കാരാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാം. ആ പാർട്ടിയുടെ വർത്താനം പറഞ്ഞ് ഞങ്ങളുടെ 2 പാർട്ടിക്കാരുടെ കൊണ്ടുവരാൻ നിൽക്കണ്ട. കേരളം കത്തിക്ക് ഞങ്ങൾ, മനസ്സിലായോ? സുഹൃത്തെ, ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഫണ്ട്സ് അപ്പോൺ എ ടൈം ഇത്ര എപ്പിസോഡുകൾ കഴിഞ്ഞു.
എന്ത് പ്രശ്നം നടന്നാലും നിങ്ങൾ ഇതിനകത്ത് രാഷ്ട്രീയം കയറ്റും എന്നുള്ളത് ഇന്നത്തെ കാലത്ത് അറിയാം. പക്ഷെ ഇവിടെ സമ്മാനം കൊടുക്കുന്നതിനകത്ത് അത്തരത്തിലുള്ള യാതൊരുവിധ രാഷ്ട്രീയ ചിന്തകളും ഇല്ല. അല്ല, പിഷാരടി ഇ പറഞ്ഞ കാര്യത്തിൽ ഒരു അജണ്ട ഉണ്ട്. ഒരു അജണ്ട ഇല്ല സുഹൃത്തെ, ഒരു അജണ്ട ഇല്ല. ഇതിന് ഇല്ല രാഷ്ട്രീയ അജണ്ടകൾ ഇല്ല. എന്തേ അപ്പോ ന്യൂനപക്ഷങ്ങളെ ഒറ്റപ്പെടുത്തി അല്ലേ? വർഗീയ ധ്രുവീകരണം. ന്യൂനപക്ഷങ്ങൾ അല്ലെങ്കിലും പണ്ടേ ഇവിടെ മുഴുവൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ന്യൂനപക്ഷങ്ങൾ സംഘടിച്ചാലും ഞങ്ങൾ മാത്രം മോശക്കാരല്ല. പിഷാരടി ഇവൻ ഒന്നാം സമ്മാനം കിട്ടാത്തതിന്റെ അസൂയയാണ്. അല്ലെ, ഒരു കാര്യം, നിങ്ങളിപ്പോ അസൂയ അത് എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ ഇവിടെ എന്ത് ചെറിയ പ്രശ്നം ഉണ്ടെങ്കിലും അതിനകത്ത് ഈ മതവും ഈ രാഷ്ട്രീയവും കയറ്റിക്കൊണ്ട് വരരുത്. നമ്മൾ ഇവിടെ അതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ ഒന്നുമില്ല ഇവിടെ. അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ ചേട്ടൻ പാകിസ്ഥാനിലേക്ക് വെക്കോ. പൊക്കോന്നേ, ഇവിടെ ഒന്നും ചേട്ടൻ പൊക്കോണ്. ഇവിടെ ജീവിക്കാൻ ഞങ്ങൾക്ക് അറിയാന്നേ. ഞങ്ങളുടെ കാര്യങ്ങൾ ചോദിച്ചു എന്തൊരു കഷ്ടമാണ്. ഒരു അല്ലോ, ഇവിടെ സമ്മാനം കിട്ടുക എന്ന് പറയുന്നത് വെറും കല മാത്രം നോക്കിയിട്ട് തരുന്നതാണ്, നടക്കത്തില്ല. നിങ്ങളെ വലിയ വലിയ ആളുകളായിരിക്കും, പക്ഷെ ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ പറയുമ്പോൾ അതിന് രാഷ്ട്രീയമൊന്നും വർഗീയത എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓരോ ന്യായീകരണം പറഞ്ഞുകൊണ്ട് വന്നാൽ എനിക്ക് എന്റെ അപ്പച്ചന്റെ പേരിൽ കിട്ടുന്ന അബദ്ധങ്ങൾ വിളിച്ചു പറഞ്ഞ് സമ്മാനം കിട്ടി. അതായത് ഇത് വലിയ വർത്താനം പറയാൻ നമുക്ക് അവിടെ പാവക വർത്താനം നീ പറയാൻ നിൽക്കണ്ട. എന്റെ ഒരു സമ്മാനത്തിന്റെ പേരിൽ യുദ്ധങ്ങളാക്കല്ലേ പ്ലീസ്. നമ്മളിവിടെ തമാശ പറയുന്ന കലാകാരന്മാരെ എല്ലാം ഒട്ടും വൈകാരികമായി എടുക്കാതെ വളരെ പോസിറ്റീവായിട്ട് കാണണം എന്ന് ആഗ്രഹിച്ചിരുന്നു. ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും? പിഷാരടി ഷൂട്ട് നിർത്തിക്കോട്ടാ, ഷൂട്ട് നിർത്തിക്കോ. കാരണം 6 മണി കഴിഞ്ഞാൽ ഷൂട്ട് നടക്കൂല. എന്ത് പറ്റി? 6 മണിക്ക് ശേഷം ഹർത്താലാണെന്ന്. എന്താ കാരണം? ഒരു പാർട്ടിക്കാരൻ മറ്റൊരു പാർട്ടിക്കാരനെ കുത്തി. ദൈവമേ. അവരാണെങ്കിൽ 2 മതക്കാരാണെന്ന് എന്തൊക്കെ പറഞ്ഞിട്ട് അവരുടെ പാർട്ടിക്കാരും ഇടപെട്ടിട്ടുണ്ട്. ഇപ്പൊ മതക്കാരും ഇളകിയിട്ടുണ്ട്. മൊത്തം പ്രശ്നമാണ് മൊത്തത്തില്. പിന്നെ കുത്താൻ മാത്രം എന്ത് വിഷയം ഉണ്ടായേ? കുത്താന്ന് പറഞ്ഞാൽ അവരെ ഏതൊരു ചാനലിൽ പോയി എന്തോ പരിപാടി ചെയ്തിട്ട് സമ്മാനം കൊടുത്ത് മാറിപ്പോയിന്ന അങ്ങനെ എന്തൊരു വിഷയം പറഞ്ഞിട്ടുള്ള കേസിലാണ് ഈ കുത്ത് നടക്കുന്നത്. തുഷാരടിക്ക് അതിൽ പങ്കൊന്നുമില്ലല്ലേ? നമുക്ക് ബാധിക്കൂലല്ലേ? അപ്പൊ വീട്ടിൽ പോകാൻ പറ്റുമോ? പോകാൻ പറ്റും, പറ്റും, കുഴപ്പമില്ല. ഹർത്താലാന്ന് പറയും. ഇല്ല, പോകാൻ പറ്റും. ഞാൻ പോയിക്കോട്ടെ. കാരണം ഈ അടുത്ത കാലത്ത് ഈ രാഷ്ട്രീയത്തിന്റെ പേരിലും മതവികാരത്തിന്റെ പേരിലും ഒരുപാട് കൊലപാതകങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുണ്ടാകരുത്. നമുക്കൊക്കെ കുറച്ച് കാലമേ ജീവിതമുള്ളൂ. ഉള്ള കാലം സന്തോഷമായിട്ട് ജീവിക്കാൻ നമ്മൾ പഠിക്കണം. അതെ, അത് നമ്മൾ ഒരു മാം പറഞ്ഞിട്ടുണ്ട്. അതായത് ആശയങ്ങളുടെ പേരിൽ ആരും ആരെയും ഒന്നും ചെയ്യരുത്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ശരിയെന്ന് വിചാരിച്ച സാധനം ചിലപ്പോൾ കാലം പിന്നീട് തെറ്റാന്ന് തെളിയിക്കുമെന്ന് നമുക്ക് തിരുത്താൻ പറ്റില്ല. തീർച്ചയായിട്ടും. അപ്പം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ലാത്ത നല്ല ചിരികൾക്ക് വേണ്ടിയിട്ട് ഒരു ചിരിലോകം ഉണ്ടാവട്ടെ. അതിനുവേണ്ടി നമുക്ക് അടുത്ത ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു പെർഫോമറെ വിളിക്കാം. സ്റ്റാൻഡപ്പ് കോമഡിയുടെ ഈ അതുല്യ വേദിയിലേക്ക് സ്റ്റാൻഡപ്പ് പെർഫോമൻസുമായിട്ട് എത്തുന്നു പ്രദീപ്. സ്വാഗതം ചെയ്യാം. പ്രദീപേട്ടാ സ്വാഗതം. അല്ലെ, ഈ വെറും പ്രദീപ് എന്ന് പറഞ്ഞ മോശമായി പോയി. കൊച്ചു പ്രദീപ് എന്ന് പറയണ്ടേ? അതെ 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 അതെ. പ്രദീപിന്റെ ഒരുപാട് സംഭവങ്ങൾ കണ്ട ആളാണ് ഞാൻ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. കാരണം ജീവിതത്തിൽ എന്തുണ്ടെങ്കിലും ഏത് ദുഃഖങ്ങളും നമുക്ക് സഹിച്ചുകൊണ്ട് ഇത്രയും മനുഷ്യർ ചിരിപ്പിക്കാൻ കഴിയുക എന്നുള്ളത് വലിയൊരു കാര്യമല്ലേ? തീർച്ചയായിട്ടും മറ്റുള്ളവർക്കൊരു പാഠമാണത്. അതെ. പ്രദീപേ, എന്തോ സൂപ്പർ പ്രകടനങ്ങളാണ് കാഴ്ചവെക്കേണ്ടത്. പ്രദീപ് വരുമ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും വലിയ പ്രതീക്ഷയാണ് പ്രദീപിന്റെ ഭാഗത്തുനിന്നുള്ളത്. ഓൾ ദി ബെസ്റ്റ്. എന്നെ കൈയും 10 ഇരട്ടി പോക്കത്തിന് വലിയൊരു നമസ്കാരം. ഒന്ന് കൈയടിച്ചേ. മനസ്സിലായോ? ഇല്ല. യു സർട്ടിഫിക്കറ്റാ. താഴെ ഒരു ചെറിയൊരു സംഭവം പറഞ്ഞില്ലേ? ചെറിയൊരു സംഭവം ഉണ്ട്, അത് വഴിയെ വരും. നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ്: സിഗരറ്റ് സ്മോക്കിംഗ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. സിഗരറ്റ് കോഴ്സസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണം. ഈ ഒരു സ്കിറ്റ് റെഡിയാക്കുന്നതിനിടയിൽ യാതൊരു മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ യാതൊരുവിധ ശല്യം ഉണ്ടായിട്ടില്ല. പെരുമ്പാവൂർ നാട്ടിൽ പിറന്നോരീ ഞാൻ കോമഡി മൈൻഡുള്ളോനായിരുന്നു. പൺസപ്പോണേട്ടയും ഫസ്റ്റ് പാർട്ടിൽ സ്റ്റാൻഡപ്പ് പെർഫോമൻസ് ചെയ്തിരുന്നു. അതു വൈറലായി. രണ്ടാമതി ഫ്ലോറിൽ വന്നിടുവാൻ
അവസരം തന്ന വിഷുവിനോടും അടിച്ചേട്ടനോടും കാരക്കാടിനോടും ഉള്ള നന്ദി നിസ്സീമമായി ഞാൻ പ്രകാശിപ്പിച്ചു കൊള്ളട്ടെ. അവസാനമായിട്ട് ഈ മീറ്ററും തെറ്റി കയ്യിൽ തെറ്റി പാണ്ടാനടങ്ങി കുഴപ്പമില്ല. അപ്പം ഞാൻ എൻ്റെ കഥയിലേക്ക് എടുക്കുകയാണ്. ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ വീടിനടുത്തുള്ള ഒരു ജാനകി വല്യമ്മേനെ കുറിച്ചാണ്. ഈ വല്യമ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സാധാരണ വല്യമ്മയല്ല, വെടിയും പുകയായിട്ടുള്ള ഒരു വല്യമ്മയാണ്. അതായത് ആവശ്യമില്ലാണ്ടൊക്കെ ചുമ്മാ കണവണ് അപ്പച്ചക്കാന്നൊക്കെ പറഞ്ഞിടയും. ഈ വല്യമ്മ ഒരു ദിവസം റേഷൻ കടയിൽ പോവാ. അപ്പോൾ ഒരു കയ്യിൽ സഞ്ചി, ഒരു കയ്യിൽ മണ്ണെണ്ണപ്പാട്ട, ഇതെല്ലാം തൂക്കി പിടിച്ചിട്ടുണ്ട്. നല്ല ഇറക്ക. ഈ ഇറക്കത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ അടുത്തുള്ളൊരു പയ്യൻ, അവനും റേഷൻ കടയിലേക്കാണ്. അവൻ്റെ കയ്യിലുണ്ട് സഞ്ചിയുണ്ട്, മണ്ണെണ്ണ കുപ്പിയുണ്ട്, കന്നാസുണ്ട്. ഇതൊക്കെ ഹാൻഡിലുമ്പോൾ തൂക്കിയിട്ട് ഇറങ്ങി വന്നതിൻ്റെ ഇതിനകത്ത് ബ്രേക്ക് പോയിട്ട് വല്യമ്മയുടെ ബാക്കിൽ ഒന്നൊരു ഒറ്റ ഇടി ഇടിച്ചിട്ട് വല്യമ്മ പോസ്റ്റിൻ്റെ ചോട്ടിൽ, സൈക്കിൾ നടുക്ക്, ചെറുക്കനിപ്പുറ ഇല്ലിത്തുറുവിൻ്റെ താഴെ. ഒരു മനുഷ്യനില്ല അവിടെ. 10 മിനിറ്റ് രണ്ടുപേരും ഇങ്ങനെ കിടന്നു കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വല്യമ്മ ഇങ്ങനെ തല പൊക്കിയെന്ന് ചോദിക്കുക, അല്ല മോനെ എങ്ങനെ കിടന്നാൽ മതി, നമുക്ക് റേഷൻ കടയിൽ പോയിട്ട് അരി മേടിക്കണ്ടായിരുന്നു. അതുപോലെ ഒരു കൊല്ലം വിഷുവിന് നമ്മുടെ വല്യമ്മയ്ക്ക് വീട്ടിൽ വിഷു ഇല്ല. വല്യമ്മയുടെ ആങ്ങളെ മരിച്ചതിന് വിഷു ഇല്ല. അപ്പോൾ അയൽക്കത്തുള്ള വീട്ടിലൊക്കെ ഇങ്ങനെ പടക്കമൊക്കെ പൊട്ടിച്ച് പൂത്തിരി എത്തിക്കുക. ഇത് കഴിയുമ്പോൾ അവിടുത്തെ പിള്ളേരിങ്ങനെ വിഷമിച്ചിരിക്കുക. ഇത് കണ്ടപ്പോൾ വല്യമ്മയ്ക്ക് ഭയങ്കര സങ്കടം. വേഗം പോയിട്ട് ബാബുജാൻ്റെ കടയിൽ പോയിട്ട് ഒരു പാക്കറ്റ് ചെറിയ പടക്കം, ഓലപ്പടക്കം മേടിച്ചുകൊണ്ട് കൊടുത്ത് മക്കള് പൊട്ടിച്ചോളാൻ പറഞ്ഞു. അല്ല മാമ മരിച്ചേക്കല്ല. അപ്പോൾ അയൽക്കാരൊക്കെ കണ്ട അത് കുഴപ്പമില്ല, ലൈറ്റ് കെടുത്തിച്ച് പൊട്ടിച്ചോളാൻ. അതുപോലെ നമ്മുടെ ഈ വല്യമ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാലേട്ടൻ്റെ കട്ട ഫാന. ഇവിടം സ്വർഗമാണ് എന്ന സിനിമ നമ്മളൊക്കെ കണ്ടാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഷൂട്ട് നടക്കുന്നത് എൻ്റെ വീടിൻ്റെ തൊട്ട് താഴെയാണ്. ആ ഫാമും ആ കൃഷിസ്ഥലമൊക്കെ എൻ്റെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ ഏതാണ്ട് ഒരു രണ്ടാഴ്ച കാലം ലാലേട്ടനും എല്ലാവരും അവിടെ ഉണ്ട്. ഈ വല്യമ്മ എന്നും രാവിലെ ലാലേട്ടനെ കാണാൻ വേണ്ടി ചെല്ലും. പുള്ളിക്കാരി ഈ ചൂലൊക്കെ ഉണ്ടാക്കി വിൽക്കണ വല്യമ്മയാണ്. അപ്പോൾ ഒരു കെട്ടി ചൂലൊക്കെ ആയിട്ട് ചെല്ലണേ. അപ്പോൾ അത് കാരണം സെക്യൂരിറ്റിക്കാർ അവിടെ തടഞ്ഞു വെക്കും. പുള്ളിക്കാർ വായിൽ വന്ന ചീത്തൻ തെറിയും ഒക്കെ പറയും, അവന്മാർ വീട്ടിൽ പറഞ്ഞു വിടും. അങ്ങനെ 3 ദിവസം അടുപ്പിച്ച് വന്ന് 4ാമത്തെ ദിവസം വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് തന്നെ പാവം തോന്നി. പാവം ഒന്ന് കണ്ടിട്ട് പോകട്ടെ. എന്നിട്ട് രാവിലെ ഒന്ന് കയറ്റി വിട്ട് ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വല്യമ്മ വന്നു. ഇപ്പോൾ പാടത്ത് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. പാടത്തിൻ്റെ കടയിൽ ഒരു തെങ്ങുണ്ട്. ഈ തെങ്ങുമ്പോൾ ചാരി ഇങ്ങനെ നിൽപ്പായി. ഇപ്പോൾ 1:30-2 മണിയൊക്കെ ആയപ്പോൾ ലഞ്ച് ബ്രേക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ അവിടെ നിന്ന് കയറി വന്ന അടുത്തെത്തിയും വല്യമ്മ ഓടി അങ്ങോട്ട് ചെന്നിച്ച്, എടാ മോഹൻലാലെ, നിന്നെ കാണാൻ വേണ്ടിയിട്ട് 3 ദിവസമായിടാ ഞാൻ വന്നു, ഇവന്മാരെന്നെ കടത്തി വിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും ലാലേട്ടൻ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വല്യമ്മ വെച്ചു, കെട്ടിപ്പിടുത്തം ഫോട്ടോ എടുപ്പ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ലേ, അമ്മൂമ്മയ്ക്ക് മുറുക്കാൻ മേടിക്കാൻ എന്തെങ്കിലും തരാൻ. 500 രൂപ തന്നെ ലാലേട്ടൻ കൊടുത്ത് വല്യമ്മ സന്തോഷമായിട്ട് വീട്ടിലേക്ക് പോയി. അതുപോലെ തന്നെ രസകരമായ ഒരു കഥയാണ്. വല്യമ്മ സാക്ഷരത പഠിക്കാൻ ചെല്ലും. അപ്പോൾ രാത്രിയാണ് പഠിക്കണതേ. അപ്പോൾ കുറേ സ്റ്റുഡൻസ് ഉണ്ട്, നാരായണഞ്ഞണ്ണുണ്ട്, അങ്ങനെ ഭാർഗവ വല്യമ്മ, കുറേ ടീമുകളുണ്ട്. ഇപ്പോൾ ലൈറ്റ് മെഴുതിരിയുടെ ഘട്ടത്തിലാണ് പഠിപ്പിക്കണത്. സാറിങ്ങനെ എഴുതുന്നുണ്ട് ബോർഡിൽ, മാ എഴുതിയോ? ആ എഴുതി. റാ എഴുതി. ഇന്നലെ പഠിപ്പിച്ചു വിട്ട അക്ഷരങ്ങൾ ആരൊക്കെ എഴുതിയുണ്ട്? സാ പഠിച്ചിട്ടുണ്ടോ? നാരായണൻ പഠിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ. ഇപ്പം എഴുതിരിയായിട്ട് തന്നെ അടുത്തേക്ക് ചെന്ന്, നാരായണ ചോദിച്ചു കേട്ടില്ലേ പഠിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ പഠിച്ചിട്ടുള്ള എന്ന്. എന്നെ പറഞ്ഞു ഇങ്ങനെ ഇഷ്ടത്തിരുന്നേച്ച്. അപ്പം ഇനി നമുക്ക് കേട്ടെഴുത്തിലേക്ക് കിടക്കാൻ വേണ്ടി കേട്ടെഴുത്ത് പഠിപ്പിക്കുക. എല്ലാവരും സ്ലേറ്റൊക്കെ എടുത്ത് എഴുതാൻ വേണ്ടിയിരുന്നു. തടാകം എഴുതി വെച്ചേക്കുക. താല്പര്യം. അപ്പോൾ വല്യമ്മയ്ക്ക് അടുത്തിരുന്ന വല്യമ്മയ്ക്ക് സംശയം. നാരായണ വല്യമ്മ നമ്മുടെ ജാനുമ്മയുടെ അടുത്ത് ചോദിക്കുകയാണ്, ഈ താല്പര്യത്തിന് 2 പാ വേണോ? താല്പര്യം ഉണ്ടെങ്കിൽ പാ പോലും വേണ്ട എൻ്റെ നാരായണിയേന്ന്. അപ്പോൾ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ഞാൻ ഈ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ നാട്ടിലേക്ക് പോകുന്നുണ്ട്. ആ വല്യമ്മേനായിട്ട് നേരിട്ട് കണ്ടില്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എന്തോ സൂപ്പർ ആയിരുന്നു പെർഫോമൻസ്. താങ്ക് യു. ആസ് യൂഷ്വൽ. വെരി ഗുഡ്, വെരി നൈസ്. താങ്ക് യു സാർ. താങ്ക് യു. എക്സ്പെഷ്യലി നാരായണി അമ്മയുടെ കഥ. താങ്ക് യു. നാരായണ വല്യമ്മയൊക്കെ ഉള്ളതാണ്. ഉള്ളോ കൺഫ്യൂസിങ്, പേര് പോലും മാറ്റിയിട്ടിട്ടില്ല. ഇല്ല, കറക്റ്റ് സാധനം വെച്ച് കൊടുക്കുക അങ്ങോട്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇനി ചെന്നിട്ട് അവരെ കണ്ടില്ലെങ്കിൽ തിരിച്ചു വരാന്ന് പറഞ്ഞു. ഞങ്ങളുടെ നാട്ടില് ഈ നാരായണ വല്യമ്മയെ പോലെ ഒരു അടാർ അമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചി എന്ന് പറഞ്ഞാൽ ടെററാണ്. നമ്മളൊക്കെ വെറുതെ റോഡ് സൈഡിൽ ക്രിക്കറ്റ് ഒക്കെ കളിച്ചാൽ പോടാ പിള്ളേരെ വീട്ടിൽ പോടാം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും വീട്ടിലോട്ട് ഓടിക്കുക. അമ്മച്ചി വരുമ്പോൾ തന്നെ ഒരു ഡിസിപ്ലിൻ ഉണ്ടാവും. എല്ലാവരും പേടിപ്പിക്കുന്ന ഒരു മുത്തശ്ശിയാണ്. അപ്പൊ പുള്ളിക്കാരത്തേക്ക് ചെറിയ സ്റ്റേഷന്റെ പ്രശ്നവും ഉണ്ട്. ചിലപ്പോൾ തെറി പറയും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വളരെ, എന്നാൽ ചട്ടയും മുണ്ടോ കൊടുത്ത് നെഞ്ചത്തൊരു ബാഡ്ജൊക്കെ കുത്തി വളരെ മിടുക്കം പറഞ്ഞ് നല്ല കണ്ടാൽ നമുക്ക് നല്ല ആളാൻ തോന്നുള്ളൂ. അടുത്ത് ചെല്ലുമ്പോൾ തെറി പറയും. ഇങ്ങനത്തെ ഒരു കേസൊക്കെ ഉള്ള ഒരു അമ്മച്ചിയാണ്. അപ്പൊ ഞങ്ങളുടെ അവിടെ ഒരു പാരലൽ കോളേജ് വിട്ടിട്ട്
പെൺകുട്ടികൾ ഇങ്ങനെ നിൽക്കും. അപ്പം ഞാൻ പരിപാടിയിലൊക്കെ വന്നു തുടങ്ങി, ചെറുതായിട്ട് TV പരിപാടിയിലൊക്കെ വന്നു തുടങ്ങി, എന്നെ ആൾക്കാർക്കൊക്കെ ചെറുതായിട്ട് അറിഞ്ഞു തുടങ്ങി, ചെറുതായിട്ട് അറിയാം, അത്രേ ഉള്ളൂ. അപ്പോൾ ബസ് കയറാനായിട്ട് കോളേജ് വിട്ടിട്ട് ഒരുപാട് പെൺകുട്ടികൾ ഈ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരിക. അപ്പോൾ അവിടെ നടന്നു വരുമ്പോൾ അത്രയും പെൺകുട്ടികൾ അവിടെ നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ നടത്തമൊക്കെ മാറുന്നു. എനിക്കറിയാം ഇത്രയും പേര് എന്നെ നോക്കുന്നു. അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഈ സംഘത്തിനെ ക്രോസ് ചെയ്ത് ഇത്രയും പോകുക എന്ന് പറയുന്നത് എനിക്കൊരു എന്താണെന്ന് അറിയുന്നില്ല. അപ്പം ഞാനൊരു ബുദ്ധി ആലോചിച്ചു, പെണ്ണുങ്ങളെല്ലാം ബസ്സിനകത്ത് ഇങ്ങനെയാണല്ലോ നിൽക്കുന്നത്, ദൂരേന്ന് തന്നെ റോഡ് ക്രോസ് ചെയ്തിട്ട് ഈ പെൺപിള്ളേരുടെ പുറകിൽ കൂടെ നടന്നങ്ങ് പോവാം. അപ്പൊ ഞാൻ കുറച്ച് സേഫാണ്, പെണ്ണുങ്ങളുടെ പുറകിൽ കൂടെ പോയാൽ മതി, അധികാരം കാണൂല്ലോ എന്നൊരു റോഡ് ക്രോസ് ചെയ്തിട്ട് നടന്നു വന്ന് ഈ പെൺപിള്ളേരുടെ ബാക്കിൽ കൂടി ഇങ്ങനെ പോകുമ്പം ഈ വല്യമ്മ അവിടെ നിൽപ്പുണ്ട് അതിന്റെ ഇടയിൽ ബാക്കിൽ ബാഡ്ജൊക്കെ കുത്തി. എനിക്ക് ഒരു ആവശ്യമില്ലാതെ ഞാൻ സുഖാണോ എന്ന് ചോദിച്ചു. പോടാ മറ്റവനെ മറിച്ചെന്ന് വെച്ചിട്ട് എന്നെ ഒരു കെട്ട് തെറി, പെണ്ണുങ്ങളെല്ലാം തിരിഞ്ഞു നോക്കുമ്പോ ഈ അമ്മാമ്മ എന്നെ തെറി പറയുക. ഞാൻ ഓടി രക്ഷപ്പെട്ടു അവിടുന്ന്. ഇതിനപ്പുറം വേറെ എന്ത് വേണം? എനിക്കെന്താ ലോട്ടറി അടിച്ച പോലെയാണല്ലോ കുഞ്ചേട്ടൻ പറയുന്നത്. Okay. Appo, thank you so much, Pradevata. And now we have the Excellence Award segment. ഈ സെഗ്മെന്റിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്ന താരം, ഇദ്ദേഹം മിനി സ്ക്രീനിൽ വളരെ സജീവമാണ്. പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ള കഥാപാത്രങ്ങളാണ് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്. നല്ലൊരു അഭിനേതാവാണ്, ഹാസ്യ കലാകാരനാണ്. നമുക്ക് ഫൺസ് ഫോൺ എ ടൈം വേർഷൻ 2.0 ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ശ്രീ മണികണ്ഠൻ. സ്വാഗതം. സ്വാഗതം ചേട്ടാ. ശരിക്കും പറഞ്ഞാല് മണികണ്ഠൻ എന്ന് പറയുന്നതിന് ഉപരി കുര്യാക്കോസ് ഇച്ച എന്ന് പറയുമ്പോഴായിരിക്കും പ്രേക്ഷകർക്ക് കൂടുതൽ അടുത്തറിയുന്നതും. മണികണ്ഠൻ വളരെ ജനകീയമായി എല്ലാ ദിവസവും സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നൊരു പരമ്പരയിൽ കോടാലിപ്പറമ്പിൽ കുര്യാക്കോസ് എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന സമയത്ത് മണികണ്ഠനെ എല്ലാവരും അറിയും. അപ്പൊ ഞാനും മണികണ്ഠനും കൂടെ സിംഗപ്പൂരൊക്കെ ഒരു ഷോയ്ക്ക് പോയിട്ടുണ്ട്. ആ സമയത്ത് ഈ വളരെ ജനകീയമാണല്ലോ ആ പരമ്പര. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ ഇവൻ ഇതുപോലെ ഇൻട്രൊക്കെ ചെയ്തു വരും. ഒരാളും അറിയില്ല. ഇത് കഴിഞ്ഞ് സ്റ്റേജിന്റെ ബാക്കിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഇതൊക്കെ അഴിച്ചു വെച്ച് വേഷം മാറി വരുമ്പോഴാണ് മണികണ്ഠൻ, അതായത് മണികണ്ഠൻ എന്ന കലാകാരന് കിട്ടേണ്ട ആരാധകരെ മുഴുവൻ ഒരു കഥാപാത്രത്തിന് കിട്ടിപ്പോയ ഒരാളാണ് ഈ നിൽക്കുന്ന മണികണ്ഠൻ എന്ന് പറയുന്നത്. എന്നെ ഒരു മനുഷ്യനും തിരിച്ചറിഞ്ഞോളൂ. ഞാൻ സാറിന് അവിടെ പറയാൻ വേണ്ടി നേരത്തെ കണ്ടപ്പോഴിങ്ങനെ പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. പക്ഷെ ഇത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും എന്നുള്ള കാര്യം ഭയങ്കര പ്രശ്നമാണ്. ഇത് പറഞ്ഞാലും സാറേ ഇത് ആർക്കും മനസ്സിലായി, ചിലർ സംശയത്തോടെ നോക്കുവേ. അപ്പൊ അത് തന്നെ ഭയങ്കര പ്രശ്നം. അതൊരു ആരെങ്കിലും വിളിച്ചാലും പറയാൻ പറ്റൂല, സാറേ ഞാൻ മറ്റേ ഇന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോ ഒരു ടൈം എത്രയോ ദിവസം സൂപ്പർഹിറ്റ് ആയിട്ട് ഒരു പരമ്പരയിലെ മെയിൻ കഥാപാത്രമായിട്ട് ചെയ്യുകയും. ഇപ്പൊ ഞാൻ അന്ന് വിചാരിച്ചു, അന്ന് ഈ സീരിയൽ തുടങ്ങുന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ ഡയറക്ടർ ശശികുമാർ സാറ്, അപ്പം അത് എനിക്ക് ഇങ്ങനൊരു അവസരം എന്നപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് താല്പര്യമില്ല ഈ വയസ്സായിട്ടുള്ള ഞാൻ ഇങ്ങനെ സുന്ദരനായിട്ട് അഭിനയിക്കുന്ന നടക്കുന്ന കാലമാണ്. അപ്പം എനിക്ക് താല്പര്യമില്ല. അപ്പം സാറോടാ ഇത് നീ ചെയ്, ഇങ്ങനെ ഒരു ഇത് കഴിഞ്ഞ് നമുക്ക് അടുത്ത സീരിയലിൽ നിനക്ക് ഞാൻ ഒരു പയ്യൻ്റെ വേഷം തരണം, നീ അതോടെ ഇതാവുമെന്ന് പറഞ്ഞ്. ഇന്ന് വരെ എനിക്കത് കിട്ടിയിട്ടുമില്ല. ഞാൻ പയ്യൻ കഴിഞ്ഞതായി ഇപ്പോൾ വയസ്സായി കൊണ്ടിരുന്നു, അവിടെ ഒക്കെ നരയും വന്നു തുടങ്ങി. എന്തെങ്കിലും കിട്ടും. അതാണ് ഒന്ന് കഴിഞ്ഞ് രണ്ട് കിട്ടാതിരിക്കും. അതായത് എൻ്റെ തൊട്ടയലോക്കത്തെ വീട്ടിലൊരു പയ്യനെ പണ്ട് മുഖക്കുരു, അപ്പൊ കുറച്ച് മുഖക്കുരു ഉണ്ട്, ന്യായമായിട്ട് കാണാവുന്ന അത്രയുണ്ട്. അന്ന് കാലത്ത് ഇവനെ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചപ്പം പുള്ളി ഒരു ഓയിൻമെന്റ് കൊടുത്തു. എന്റെ പേര് പെർണോക്സ് ജെല്ലോ അങ്ങനെ എന്തോ ആയിരുന്നു എന്റെ പേര്. എനിക്ക് ആ കഥ ഈ സംഭവം എനിക്ക് ഓർമ്മയുള്ളതുകൊണ്ടാണ് ഞാൻ ഓർക്കുന്നത്. അപ്പൊ അയാൾ പറഞ്ഞു ഇത് ആദ്യം തേക്കുമ്പം ഈ അകത്തുള്ള ചൂടൊക്കെ ആയിട്ട് ഇത് കൂടും, രണ്ടാമത്തെ ട്യൂബ് തേക്കുമ്പം മൊത്തം അങ്ങ് പോകുമെന്ന് പറഞ്ഞു. ഇവൻ ഒരു ട്യൂബ് തേച്ചിട്ട് നിർത്തി. അതോടുകൂടി ഉള്ളത് കൂടി എന്നുള്ളതല്ലാതെ ഒരു തരി കുറഞ്ഞില്ല. അതുപോലെയാണ് അടുത്ത പരമ്പരയിൽ ശരിയാക്കാന്ന് പറഞ്ഞു. പിന്നെ ആ ഓയിൻമെന്റ് ഒരു മെഡിക്കൽ ഷോപ്പിനും കിട്ടിയിട്ടുമില്ല, തേക്കുകയും ചെയ്തു, കൂടുകയും ചെയ്തു. ഓയിൽമെന്റ് കമ്പനി നിർത്തുകയും ചെയ്തു, നിർത്തി പൂട്ടിയും പോയി. ഞാൻ പറഞ്ഞ കാല് പിടിക്കും, എനിക്ക് അടുത്ത ഞാൻ ചെയ്യാൻ പറ്റുന്നു. പക്ഷെ ഇത് വരുമ്പോഴെന്ന് പറഞ്ഞാൽ ഈ ചെന്ന് കഴിയുമ്പോൾ പറയും അയ്യോ പുള്ളി മറ്റേ സംഭവം ചെയ്താലേ ഏക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും ആ പഴയ സംഭവം തന്നെ. ഇപ്പൊ 2 ദിവസം കഴിഞ്ഞ ഒരു സിനിമ ചെയ്യുമ്പോൾ അതും ഇതേ സംഭവം തന്നെ. ഒരു നോർത്ത് ഇന്ത്യൻ എന്ന് പറഞ്ഞ ഒരു വയസ്സായിട്ടുള്ള ഒരാള്, സ്ഥിരം യൗവന വൃദ്ധൻ, അതായിരുന്നു മണികണ്ഠൻ. മണികണ്ഠ പറ, മണികണ്ഠന്റെ വിശേഷങ്ങൾ സുഖമായിട്ട് പോകണം. ഇപ്പൊ ഒരു 2 സിനിമ ചെയ്തിട്ടുണ്ട്. പള്ളിമണി എന്ന് പറഞ്ഞിട്ട് ശ്വേതാമേനോൻ മെയിൻ ക്യാരക്ടർ എന്നൊരു സംഭവം, അതിനകത്തൊരു സംഭവം ചെയ്തു. പിന്നെ പഴയ നിയമം എന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മുടെ സനി രാംദാസ് അദ്ദേഹം സംവിധാനം ചെയ്തൊരു പടം ചെയ്തു. അതിനകത്ത് എനിക്കൊരു വയസ്സായിട്ടുള്ള ആണെങ്കിലും ഒരു നല്ല ക്യാരക്ടർ, അതായത് ഒരു
DYSPയുടെ ഡ്രൈവറായിട്ട് ഒരു കോൺസ്റ്റബിള് എല്ലാം ഇങ്ങനെ പുള്ളി പിന്തിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടർ. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമാണ്, കാരണം നമുക്ക് അങ്ങനെ കിട്ടൂല, എല്ലാം ജുബയും മുണ്ടൊക്കെ അപ്പൊ ഒരു മാറ്റം കിട്ടി, വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് നമ്മള് ഒരിക്കൽ ഞാനൊരു ഡയറക്ടർ സിദ്ദിഖ് സാറിനോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ സിദ്ദിഖ് സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ മിമിക്രി ആർട്ടിസ്റ്റുകളിൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഒരുപാട് മിമിക്രി ആർട്ടിസ്റ്റുകൾ വേറെ ജോലി കൂടെ ചെയ്യുന്നവരാണ്. പലതരത്തിൽപ്പെട്ട ജോലികൾ ഇവർ ഉപജീവനാർത്ഥം മിമിക്രി മാത്രമല്ല ചെയ്യുന്നത്, പല ജോലികളും കൂടെ ചെയ്തിട്ടാണ് സാധാരണ സ്റ്റേജ് ആർട്ടിസ്റ്റുകൾ ചെയ്യുന്നത്. ഈ കോടാലിപ്പറമ്പിൽ കുര്യാക്കോസ് എന്ന് പറയുന്ന കഥാപാത്രം ഒരു വലിയ കോഴിയാണ്. കൊളോക്കിയൽ ലാംഗ്വേജിൽ മലയാള ഭാഷയിൽ അയാൾ ഒരു കോഴി കഥാപാത്രമാണ്. അത് കഴിഞ്ഞ് ഈ സീരിയൽ നിർത്തി അതിനുശേഷം കുറച്ചു കാലം അങ്ങനെ ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നപ്പോ ഒരു ബിസിനസ് തുടങ്ങുകയും ആ ബിസിനസ് വലിയ രീതിയിൽ ഗംഭീരമായി വിജയിക്കുകയും അതിൽ നിന്ന് ഒരുപാട് കാശുണ്ടാക്കുകയൊക്കെ ചെയ്തു ഈ മണികണ്ഠൻ. അത് കോഴിയുടെ ബിസിനസ് ആയിരുന്നു എന്നുള്ളതാണ്. അത് ഞാനൊരു ജോത്സ്യമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞ് എന്റെ കബഡിയൊക്കെ നിർത്തി വെച്ചിട്ട് പറഞ്ഞ് മൊത്തത്തിൽ ഭാവി ചിലപ്പോൾ ഒരു വലിയ കോഴിയാണെന്നുള്ള പേര് വരാൻ സാധ്യത ഉണ്ടാവും ഈ മേഖല നിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്നെ പറഞ്ഞ് നിനക്ക് പറ്റിയൊരു പരിപാടി തന്നെ ഒരു കോഴി ഫാം തുടങ്ങുകയാണെങ്കിൽ ആ പേര് അതിനങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. കോഴിമണി എന്ന കാരണം വിളിച്ചാലും പേര് പോകുന്നു പറഞ്ഞ രക്ഷപ്പെട്ട അത് ഫാം ഗംഭീരമായിട്ട് പോകുന്നില്ലേ? വിനയം കൊണ്ട് കുഴപ്പമില്ലാന്ന് പറയും. എന്റെ പരിചയത്തിലൊക്കെ ഈ ബിസിനസ് നടത്തുന്നവരുണ്ട്. ലോകത്ത് മനുഷ്യൻ ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന ഫുഡ് കോഴിയാണ്, അറിയാലോ? വിനയ കൊനിയൻ. അത് വെച്ചിട്ടാണ് നിൽക്കുന്നത്. മലയാളിയുടെ ഇപ്പോഴത്തെ ഒരു ദൈനംദിന ഫുഡായിട്ട് മാറി. ഈ ലോക്ക്ഡൌൺ സമയത്ത് ഈ മീൻ കിട്ടാനില്ലായിരുന്നു. അപ്പം ആ സമയത്ത് ഏറ്റവും കൂടുതൽ കോഴി. ലോക്ക്ഡൌൺ സമയത്ത് മറ്റുള്ള മിമിക്രിക്കാരൊക്കെ വീട്ടിൽ ഇരുന്ന് കഷ്ടപ്പെടുമ്പോൾ നീ നല്ല കോഴിക്കച്ചവടം നടത്തുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്കറിയാൻ സാധിച്ചത്. മണികണ്ഠൻ സ്റ്റേജിൽ എന്തൊക്കെയാണ് ചെയ്തോണ്ടിരുന്നത്? സ്റ്റേജില് ഈ സീരിയൽ പറഞ്ഞ സ്റ്റാറുകളായിരുന്നു ഞാൻ കൂടുതൽ ചെയ്തിരുന്നത്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട 2-3 സ്റ്റാറുകൾ ചെയ്തിരുന്നത്? അന്ന് സ്റ്റേജിൽ കൂടുതൽ ചെയ്തിരുന്നത് ബൈജു ചേട്ടൻ, നമ്മുടെ തിരുവനന്തപുരത്തുള്ള ബൈജു ചേട്ടൻ ചെയ്തിരുന്നത്. പിന്നെ നസീർ സാർ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഹരിശ്രീ അശോകൻ ചേട്ടൻ, പിന്നെ ജയറാം ചേട്ടൻ. അങ്ങനെ ഒരു സമയത്ത് ഞാൻ ഭയങ്കര സ്റ്റാറിനായിരുന്നു പഠിച്ചിരുന്ന സമയത്തൊക്കെ. ഈ മിമിക്രിയോടുള്ള ഭയങ്കരമായിട്ട് സിനിമയെക്കാളും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമായിരുന്നു മിമിക്രി. അത് എല്ലാ സ്ഥലങ്ങളിലും പോയി കാണും. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ മാക്സിമം അത് ഇതായിട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ട്രൂപ്പിൽ വരുമ്പോഴും തിരുവനന്തപുരത്ത് ജഗദീഷ് പ്രസാദിന്റെ ട്രൂപ്പിലാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. അപ്പോൾ ആ വരുമ്പോഴും ഞാൻ അവിടെ വരുമ്പോൾ എന്നെ ആദ്യം അവർ ഞാൻ സൈസ് ഒരുപാട് ചെറിയ ഒരു ആളായിട്ട്, അപ്പം ഇവരൊക്കെ നോക്കുമ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്നൊക്കെ ഉള്ളതുകൊണ്ട് എന്നെ അങ്ങനെ അവോയ്ഡ് ചെയ്യാൻ മാക്സിമം നോക്കി. എന്നിട്ട് പറയടേ എന്തെങ്കിലുമൊക്കെ പറയുന്നത്. അങ്ങനെ ഞാൻ ദൈവങ്ങളെ വിളിച്ചുകൊണ്ട് ഒരു 2-3 ഒക്കെ ചെയ്തപ്പം ഓക്കെ ആയി. ഒരു 2-3 ചെയ്യാം. അല്ല കൂട്ടി കയറിയോ? അമ്മാവൻ്റെ ഒരു മരുമകനല്ല, ഒരു വേലക്കാരാണ്. ഒരുപാട് ബിസിനസ് സാമ്രാജ്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. സിംഗപ്പൂർ, അമേരിക്ക, ഫ്രാൻസ്, പാളയം, സച്ചു, കണ്ണമൂല, കോഴിക്കോട്ട, അങ്ങനത്തെ രാജ്യങ്ങൾ ഓടിലൂടെ കൂട്ടുക കണ്ടപോലെ എനിക്ക് ഇഷ്ടമായി. ഇനി അശോകൻ ചേട്ടൻ ആരോട് പറയണത് അങ്ങനെ പറ ഉണ്ണേ എടാ ഉണ്ണി. ഇങ്ങനെ ഞാൻ മണികണ്ഠന്റെ മിമിക്രി ആദ്യമായിട്ട് കേൾക്കോട്ടെ. മണികണ്ഠ, ഞാൻ നമ്മൾ തമ്മിൽ പലപ്പോഴും കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കിത് കേൾക്കാനൊരു അവസരം കിട്ടിയിട്ടില്ല ഇതുവരെ. ഗംഭീരമായിട്ടുണ്ട്. എന്തെങ്കിലും ഒരു എണ്ണം കൂടെ ചെയ്യാനുണ്ടോ? നസീർ സാറിനെ ചെയ്യാൻ. നസീർ സാറിന് പടങ്ങളി ഉണ്ടായിരുന്നു, ഒരുപാട് നാളായി ചെയ്തിട്ട്. ശരിയാവുമെന്ന് എനിക്ക് അറിഞ്ഞോ സാർ? അനിയൻകുട്ടനെ ഞാൻ കാണുന്നത് എൻ്റെ ചെറുപ്പകാലമാണ്. അനിയൻകുട്ടൻ്റെ വീട്ടിൽ ഞാൻ വരുന്നതും മറ്റുമെല്ലാം നാട്ടുകാർക്ക് ഒരുപാട് വിഷമമുണ്ടാക്കി എന്നെനിക്ക് മനസ്സിലായി. അനിയൻകുട്ടന് ഞാൻ പറയുന്ന കാര്യം എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ പറയാം. ഈ അടുത്ത കാലത്ത് എനിക്ക് വന്ന ഒരു നെഞ്ചുവേദന കാര്യം മറ്റെടുക്കുന്നില്ല എങ്കിൽ അനിയൻകുട്ടൻ്റെ ചേച്ചിയെ, അനിയൻകുട്ടന് സമ്മതമാണെങ്കിൽ, അനിയൻകുട്ടൻ്റെ ചേച്ചിക്ക് സമ്മതമാണെങ്കിൽ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ്. മണികണ്ഠൻ ചേട്ടാ, ഒരുപാട് സന്തോഷം. ഇപ്പോഴും മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒക്കെ സജീവമാണ് എന്നറിഞ്ഞതിലും ഒരുപാട് സന്തോഷം. ഓൾ ദി ബെസ്റ്റ്. ഇവിടെ എത്തിയതിൽ ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. ഒപ്പം ഞങ്ങളുടെ ഒരു എളിയ സ്നേഹാദരം കൂടി ഏറ്റുവാങ്ങണം. അത് അദ്ദേഹത്തിന് നൽകാനായിട്ട് രമേശ് ചേട്ടനെയും കുഞ്ചേട്ടനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ്. ശ്രീ മണികണ്ഠൻ
സംസാരത്തിനിടയിൽ എപ്പോഴോ ഞാൻ പറഞ്ഞു, അദ്ദേഹത്തെക്കാൾ വലിയ രീതിയിൽ പോപ്പുലർ ആയത് അദ്ദേഹം ചെയ്ത കഥാപാത്രമാണ്. കോടാലിപ്പറമ്പിൽ കുര്യാക്കോസ് എന്ന് പറയുന്ന കഥാപാത്രമാണ്. പലർക്കും നമ്മൾ മറ്റേതോ എപ്പിസോഡിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ദൂരദർശനിൽ സംപ്രേഷണം ചെയ്ത രാമായണം സീരിയൽ കഴിഞ്ഞ് അരുൺ ഗോവിൽ എന്ന് പറയുന്ന നടനും ദീപിക എന്ന് പറയുന്ന നടിയുമെല്ലാം രാമനും സീതയുമായി ഇന്ത്യക്കാരെ മുഴുവൻ കാണാൻ തുടങ്ങി. എവിടെ പോയി എന്ത് വേഷം ചെയ്താലും രാമൻ അഭിനയിച്ചു, സീത വന്നു എന്ന് പറയുന്ന അവസ്ഥയായി. അതാണ് ചില കഥാപാത്രങ്ങൾ ഒരു കലാകാരന്റെ മുകളിൽ വളരുക എന്ന് പറയും. വളരാൻ കാരണം ഒരു കലാകാരന്റെ ഏറ്റവും മികച്ച പ്രകടനമാണ്. അയാൾ മറ്റേയാളാണ് എന്ന് കാണുന്നവർ വിശ്വസിക്കുന്നതാണ്. എന്നാൽ ഇപ്പോൾ വീണ്ടും വളരെ സജീവമായിക്കൊണ്ട് കലാരംഗത്ത് മുന്നോട്ട് വന്നിരിക്കുന്നു മണികണ്ഠന്റെ തുടർയാത്രകൾക്ക് എല്ലാവിധ ഭാവങ്ങളും തീർന്നുകൊണ്ട് അദ്ദേഹം തിരക്കിനിടയിൽ ഇവിടെ എത്തിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വക ഒരു ചെറിയ ആദരവ്. ഷെബിൻ ബാബു, കൊച്ചു പ്രദീപ്, ഇവർ രണ്ടുപേരുമാണ് ഇന്ന് പെർഫോം ചെയ്തത്. ഇവരിൽ ആരാണ് ദി ബെസ്റ്റ് നമുക്ക് നോക്കാം. മുൻപായി അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം ദം. അടുത്ത കാലത്തെ എപ്പിസോഡുകളിലെ ഏറ്റവും വാശിയേറിയ ഒരു എപ്പിസോഡായിരുന്നു നർമ്മത്തിന്റെ കാര്യത്തിൽ. രണ്ടുപേരും ഒപ്പത്തിനൊപ്പം പ്രകടനം കാഴ്ചവെച്ചു. രണ്ടുപേരും അവരുടെ അവതരണ ശൈലി വളരെ വ്യത്യസ്തമായിരുന്നു, വിഷയങ്ങൾ വളരെ വ്യത്യസ്തമായിരുന്നു. എങ്കിലും രണ്ട് തരത്തിൽ ഇവർ രണ്ടുപേരുടെയും പ്രകടനങ്ങൾ വളരെ ഗംഭീരമായിരുന്നു. കൊച്ചുപ്രദീപ് വളരെ എക്സ്പീരിയൻസ്ഡ് ആയ ഒരു കലാകാരനാണ്. അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ എന്നത്തെയും പോലെ വളരെ മികച്ചു നിന്നു. അദ്ദേഹത്തിന്റെ ഈ മേഖലയിലുള്ള പരിചയം അദ്ദേഹത്തിന്റെ പ്രകടനത്തെ കൂടുതൽ മികവുറ്റതാക്കാൻ അദ്ദേഹത്തെ സഹായിച്ചു. എന്നാൽ ഷെബിൻ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു വേദിയിൽ പരിപാടി ചെയ്യുന്നത്. പ്രദീപിനെ പോലെ ഒരു പ്രതിഭയോട് ഒപ്പം മത്സരിച്ചപ്പോൾ കൂടുതൽ മികവ് പുലർത്തി എന്ന കാരണം കൂടെ കണക്കാക്കുമ്പോൾ, അല്ലെങ്കിൽ പരിചിതമായ ഒരു മേഖലയിലല്ല അദ്ദേഹം എന്നും കൂടെ കണക്കാക്കുമ്പോൾ ഇന്നത്തെ ബെസ്റ്റ് പെർഫോമറായി തിരഞ്ഞെടുക്കുന്നത് ഷെബിൻ. Upon a Time version 2.0 മറ്റൊരു ഫൺ ഫിൽഡ് എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. See you all next week. Until then, bye bye.